ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. തൈരും ഉപ്പും ഉപയോഗിച്ച് ഒട്ടും തന്നെ ചവർപ്പില്ലാതെ എങ്ങനെ വാഴപ്പൂ തോരൻ ഉണ്ടാക്കിയെടുക്കാം എന്ന് നോക്കിയാലോ? അപ്പോൾ ഒട്ടും വൈകാതെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. വളരെ ഹെൽത്തി ആയിട്ടുള്ള നമുക്ക് എളുപ്പത്തിൽ കിട്ടുന്ന ഒന്നാണ് വാഴക്കുടപ്പൻ. ആദ്യം തന്നെ വാഴപ്പൂവിൻ്റെ പുറത്തുള്ള ഇതളുകൾ മാറ്റിയതിന് ശേഷം നന്നായി ചെറുതായിട്ട് അരിഞ്ഞെടുക്കുക. അതിലേക്ക് വെളിച്ചെണ്ണ ചേർത്ത് നന്നായിട്ട് ഒന്ന് തിരുമിയെടുത്തതിന് ശേഷം 2 ടേബിൾ സ്പൂൺ തൈരും ഒരല്പം ഉപ്പും ചേർത്ത് കൊടുക്കുക. ഇതെല്ലാം നന്നായി ഒന്ന് യോജിപ്പിച്ചതിന് ശേഷം അതിലേക്ക് 2 ഗ്ലാസ് വെള്ളം ഒഴിച്ച് ഏകദേശം ഒരു 1.5 മണിക്കൂറെങ്കിലും വയ്ക്കണം. വാഴപ്പൂവിൻ്റെ ചവർപ്പ് മാറിക്കിട്ടാനായിട്ടാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. 1.5 മണിക്കൂറിന് ശേഷം ഇത് ഒരു സ്ട്രെയിനറിലേക്ക് മാറ്റി പൈപ്പ് വെള്ളത്തിൽ നന്നായിട്ട് അതിൻ്റെ കറ പോകുന്നത് വരെ കഴുകിയെടുക്കണം. വാഴപ്പൂ ഇതാ ഇവിടെ വൃത്തിയായി കഴുകി ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് തോരൻ ഉണ്ടാക്കുവാൻ വേണ്ടി എണ്ണ ചൂടാക്കാൻ വയ്ക്കുക. എണ്ണ ചൂടായതിനു ശേഷം കടുക് ഇട്ട് കൊടുക്കുക. കടുക് നന്നായി പൊട്ടി വരുമ്പോൾ അല്പം ഉഴുന്നുപരിപ്പ് ചേർത്ത് കൊടുക്കുക. ഉഴുന്നുപരിപ്പിൻ്റെ കളറൊന്ന് മാറി വരുമ്പോൾ ഒരു 6 ചെറിയ ഉള്ളി ചെറുതായി അരിഞ്ഞത് ചേർത്ത് കൊടുക്കുക. ഇതൊന്ന് വഴഞ്ഞു വന്നു കഴിയുമ്പോൾ നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന വാഴപ്പൂ അതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ആവശ്യമായ ഉപ്പും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും വേവാൻ ആവശ്യമായ വെള്ളവും ഒഴിച്ച് അടച്ചു വെച്ച് വേവിക്കുക. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള തേങ്ങാക്കൂട്ട് തയ്യാറാക്കിയെടുക്കാം. ഇതിനായി ഒരു 6 ചെറിയുള്ളി, 5 അല്ലി വെളുത്തുള്ളി, 1 പച്ചമുളക്, 1/4 കപ്പ് തേങ്ങ, 1 തണ്ട് കറിവേപ്പില എന്നിവ എടുത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടെ മിക്സിയിലിട്ട് നമുക്കൊന്ന് ചതച്ചെടുക്കണം. മിക്സിയുടെ റിവേഴ്സ് ബട്ടൺ വെച്ച് പതുക്കെ ഒന്ന് ചതച്ചു കൊടുത്താൽ മതിയാകും. വാഴപ്പൂ ദാ ഇവിടെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഈ തേങ്ങാക്കൂട്ട് ചേർത്ത് കൊടുക്കാം. ഇത് നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുത്ത് ഏകദേശം ഒരു 10 മിനിറ്റെങ്കിലും ചെറുതീയിലിട്ട് ഒന്നുകൂടി ഒന്ന് വേവിച്ചെടുക്കണം. വാഴപ്പൂ തോരൻ ദാ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. അതിലേക്ക് അല്പം കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഒട്ടും തന്നെ ചവർപ്പില്ലാതെ എങ്ങനെ പെർഫെക്റ്റായി വാഴപ്പൂ തോരൻ ഉണ്ടാക്കിയെടുക്കാമെന്ന് കണ്ടല്ലോ. എല്ലാവരും ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കണം. മറ്റൊരു കിടിലൻ വീഡിയോയുമായി ഞങ്ങൾ വരുന്നത് വരെ എല്ലാവർക്കും ബൈ.